നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുതിയ ദിശാബോധം നൽകിയിരിക്കുകയാണ്. കൈകോർത്ത് പ്രവർത്തിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അതിശക്തമായി സഖ്യമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അവരുടെ ഈ ഒരുമിച്ചുള്ള നീക്കം അത് ഈ യാത്രയിലൂടെ NDAയുടെ അടിത്തറ ഇളക്കാൻ ശ്രമിക്കുകയാണ്. ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. സംസ്ഥാനത്ത് RJD തന്നെയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന് ഊട്ടിയുറപ്പിക്കാനും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തേജസ്വി യാദവ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീക്കം അത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം അത് RJDയുടെ കൈകളിൽ ഭദ്രമാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സീറ്റ് വിഭജനത്തിലും അതോടൊപ്പം തന്നെ ശ്രദ്ധാപൂർവമായിട്ടുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്നത്. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിനേക്കാൾ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര കടന്നു പോകുന്ന വഴിയിലെ 60 സീറ്റുകൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. 2 മാസത്തിനകം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ വിജയവും പരാജയവും കൃത്യമായി നിശ്ചയിക്കുന്ന ഒരു റൂട്ടാണിത്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് അധികാർ യാത്ര എത്തുന്ന 60 മണ്ഡലങ്ങളാകും സീറ്റ് വീതം വയ്പിൽ RJDക്ക് മുന്നിൽ കോൺഗ്രസ് അവകാശവാദമായിട്ട് ഉന്നയിക്കുകയെന്നാണ് വിവരം. നമുക്കറിയാം, വോട്ട് കൊള്ള തുറന്നു കാട്ടുകയാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യമെങ്കിലും പ്രമേയമെങ്കിലും കോൺഗ്രസിന് വേരുള്ളതും ന്യൂനപക്ഷ പിന്നോക്ക സ്വാധീനമുള്ളതുമായിട്ടുള്ള ഗ്രാമീണ മേഖലകളിൽ പാർട്ടിയുടെ അടിത്തറ കൂടുതൽ മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യവുമുണ്ട്. 19 സിറ്റിംഗ് സീറ്റിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ ചിലത് മാറ്റി ചോദിക്കാനും കോൺഗ്രസിന് പദ്ധതിയുണ്ടെന്നും യാത്രാ റൂട്ടിൽ വളരെ വ്യക്തമാണ്. സീമാഞ്ചൽ, മുംഗേർ, ഷെയ്ഖ്പുര എന്നിവയ്ക്ക് പുറമെ ചില ഗ്രാമീണ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കോൺഗ്രസിന്റെ നില ഭദ്രമാണ്. ഉത്തര ബീഹാറിലെ സീതാമഢി, ചമ്പാരൻ, ദർഭംഗ, വടക്കു പടിഞ്ഞാറുള്ള ചൻപാട്ടിയ, ബെട്ടിയ മേഖലകളിലെ സീറ്റുകളിൽ ചിലത് പാർട്ടി കുറി നോട്ടമിടുന്നു. 243 അംഗ നിയമസഭയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കണമെന്ന അഭിപ്രായം RJDക്കുണ്ട്. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 19 മാത്രമാണ് വിജയിച്ചത്. ഇതാകട്ടെ RJDക്ക് സർക്കാർ രൂപീകരണത്തിന് ഒരു വലിയ തടസ്സമായി മാറി. 144 സീറ്റിൽ മത്സരിച്ച RJD 75 ഇടത്തും CPIML 19ൽ 12 സീറ്റിലുമാണ് വിജയിച്ചത്. ഇരു പാർട്ടികളും ഇത്തവണ കൂടുതൽ സീറ്റ് മോഹിക്കുകയാണ്. സഖ്യത്തിലേക്ക് എത്തിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് 12-18 സീറ്റുകൾ നൽകേണ്ടതുണ്ട്. ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും അനുഭവം കൂടി പരിഗണിച്ച് കൂടുതൽ സീറ്റുകൾക്ക് വാശി പിടിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള സീറ്റുകൾ എന്നതിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രധാന നോട്ടം. അങ്ങനെ വന്നാൽ 50 സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വരും. 52 ഇടത്താണ് AICC നിലവിൽ നിരീക്ഷകരെ നിയമിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ വിജയമുറപ്പിക്കുകയാണ് യാത്രയുടെ പ്രധാന ഉദ്ദേശം. വോട്ട് കൊള്ള പുറത്തു കൊണ്ടുവരിക എന്നതാണ് യാത്രയുടെ പ്രധാന മുദ്രാവാക്യമെങ്കിൽ പോലും പാർട്ടിക്ക് വേരുള്ള ഗ്രാമീണ മേഖലകളിൽ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്കുണ്ട്. കഴിഞ്ഞ തവണ വിജയിച്ച 19 MLAമാരിൽ ഒരാൾ പോലും ഇതുവരെ പാർട്ടി വിടുകയോ BJPയിലേക്ക് കൂറുമാറുകയോ ചെയ്യാത്തത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ വ്യക്തമായ ഏകോപനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ ഒരുമിച്ച് നീങ്ങുന്നത് NDAയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ ഒരു ശക്തമായിട്ടുള്ള നീക്കം വിജയിച്ചാൽ അത് കോൺഗ്രസ് ലക്ഷ്യമിടുന്ന 60 സീറ്റുകളിൽ 52 സീറ്റുകൾ വിജയിച്ചെടുക്കാമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്.